ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ചെയ്യുന്നത് ബൈനോമിയൽ തിയറം +1 ഇംപ്രൂവ്മെന്റ് ബൈനോമിയൽ തിയറത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ പ്രോബ്ലംസ് ആണ്. സോ അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കയറാം. 2020 മാർച്ചിലെ ചോദ്യമാണ്. ഫൈൻഡ് ദ മിഡിൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x/3 + 9y ഹോൾ റൈസ് ടു 10. നമുക്ക് മിഡിൽ ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ നമുക്കിപ്പോ a + b ഹോൾ റൈസ് ടു n വെച്ചിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. a എന്ന് പറയുന്നത് എന്താണ്? x/3. b എന്ന് പറയുന്നത് എന്താണ്? 9y. n എന്ന് പറയുന്നത് എന്താണ്? 10. സോ n ഇസ് ആൻ ഈവൻ. നമുക്ക് രണ്ട് കേസസ് ഉണ്ട്. മിഡിൽ ടേംസ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ n ആണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ, n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് മിഡിൽ ടേം ഇസ് ഈക്വൽ ടു n/2 പ്ലസ് 1th ടേം ആയിരിക്കും. n/2 പ്ലസ് 1th ടേം ആയിരിക്കും എന്ത്? മിഡിൽ ടേം. n എന്ന് പറയുന്നത് ഒരു, ശ്രദ്ധിക്കണേ, n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ n/2 പ്ലസ് 1th ടേം ആയിരിക്കും എന്തെന്ന് പറയുന്നത്? നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ, ഇപ്പൊ നമ്മുടെ കേസിൽ ഒരു ഈവൻ നമ്പർ ആണ്. സോ നമ്മുടെ മിഡിൽ ടേം എന്താണ്? മിഡിൽ ടേം ഇസ് ഈക്വൽ ടു മിഡിൽ ടേം എന്ന് പറയുന്നത്, സോ മിഡിൽ ടേം ഇസ് ഈക്വൽ ടു എത്രാമത്തെ ടേം ആണ്? n/2 പ്ലസ് 1th ടേം, അതായത് 10/2 പ്ലസ് 1th ടേം ആണ് നമ്മുടെ മിഡിൽ ടേം എന്ന് പറയുന്നത്. 10/2 5 ആണ്. 5 + 1 6. സോ നമ്മുടെ മിഡിൽ ടേം എത്രാമത്തെ ടേം ആണ്? 6th ടേം ആണ്. 6ാമത്തെ ടേം ആണ് നമ്മുടെ മിഡിൽ ടേം. സോ സപ്പോസ് നമുക്ക് എക്സാമിന് ചോദിക്കുന്നത് റേസ് ടു പവറിൽ ഒരു ഇതിപ്പം ഈവൻ നമ്പർ ആണ്. സപ്പോസ് ഒരു ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ, n എന്ന് പറയുന്നത് ഒരു ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ മിഡിൽ ടേം എന്ന് പറയുന്നത് n പ്ലസ് 1/2th ടേമും n പ്ലസ് 1/2th ടേമും ആൻഡ് ഇറ്റ്സ് നെക്സ്റ്റ് ടേമും ആയിരിക്കും. അതായത് n എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒരൊറ്റ മിഡിൽ ടേമേ കാണത്തുള്ളൂ. പക്ഷെ n ഓഡ് നമ്പർ ആണെങ്കിൽ n/2 പ്ലസ് 1th ടേമും അതിന്റെ തൊട്ടടുത്ത ടേം, ഇപ്പൊ n/2 പ്ലസ് 1th ടേം 6ാമത്തെ ടേം ആണെങ്കിൽ അതിന്റെ തൊട്ടടുത്ത 7ാമത്തെ ടേമും എന്തായിരിക്കും? മിഡിൽ ടേംസ് ആയിരിക്കും. അതായത് n ഒരു ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് ഒറ്റ മിഡിൽ ടേമേ കാണത്തുള്ളൂ. പക്ഷെ n ഒരു ഓഡ് നമ്പർ ആണെങ്കിൽ നമുക്ക് എത്ര മിഡിൽ ടേംസ് കാണും? 2 മിഡിൽ ടേംസ് കാണും. പക്ഷെ ഈ പ്രോബ്ലത്തിൽ n ഒരു ഈവൻ നമ്പർ ആണ്, ഒറ്റ മിഡിൽ ടേമേ ഉള്ളൂ. സോ മിഡിൽ ടേം എഴുതണമെന്നുണ്ടെങ്കിൽ 6th ടേം ആണ് നമുക്ക് എഴുതേണ്ടത്. എക്സ്പാൻഡ് ചെയ്ത് 6ാമത്തെ ടേം എഴുതുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. സോ അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ 100% നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ടി വരുന്ന ഒരു ഇക്വേഷൻ, ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a + b ഹോൾ റൈസ് ടു n. a + b ഹോൾ റൈസ് ടു n ന്റെ ജനറൽ ടേം എന്താണ്? സോ tr + 1 is equal to the general term in the expansion of a + b whole raised to n, that is tr + 1 is equal to ncr a raised to n minus r b raised to r. Very important equation. The general term in the expansion of a + b whole raised to n is tr + 1 is equal to ncr a raised to n minus r b raised to r. ഇനിയിപ്പോ നമുക്ക് a ക്കും b ക്കും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. r എന്ന് പറയുന്നത് r നും വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് നമുക്ക് tr + 1 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എത്രാമത്തെ ടേമാണ് വേണ്ടത്? t6 ആണ്. 6th ടേം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? t6 എന്ന് എഴുതാം. t6 വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, r ന് ഇവിടെ നിങ്ങൾക്ക് ഏത് നമ്പർ കൊടുക്കുമ്പോഴായിരിക്കും t6 അഥവാ 6ാമത്തെ ടേം കിട്ടുന്നത്? r ന് നിങ്ങൾ 5 കൊടുക്കണം. ഒരിക്കലും കയറി 6 കൊടുക്കരുത്, അത് പൊട്ടത്തെറ്റാണ്. 6 കൊടുത്താൽ നിങ്ങൾക്ക് 7th ടേം ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? 6th ടേം ആണ്. അപ്പൊ r ന് എന്ത് കൊടുക്കണം? r + 1 ആണ്. അപ്പൊ 5 കൊടുത്താൽ 5 + 1 എന്ത് കിട്ടും? t6 കിട്ടും. സോ r ന് നിങ്ങൾ 5 കൊടുക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് എന്ത് കിട്ടുന്നത്? 6ാമത്തെ ടേം കിട്ടുന്നത്. സോ അപ്പൊ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യണം? r is equal to എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം? 5 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പൊ എന്ത് വരും? tr + 1 5 + 1 എന്ത് വരും? 6 is equal to ncr. n എന്ന് പറയുന്നത് 10 ആണ് അല്ലെ? 10c. r എന്ന് പറയുന്നത് എന്താണ്? 5. a raised to n minus r. a എന്ന് പറയുന്നത് x/3 raised to n minus r. n എന്ന് പറയുന്നത് എന്താണ്? 10 മൈനസ് r എന്ന് പറയുന്നത് എന്താണ്? 5. b raised to r. b എന്ന് പറയുന്നത് എന്താണ്? 9y raised to r. r എന്ന് പറയുന്നത് എന്താണ്? 5. ഇതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്തിടാം. 10c5 x raised to 10 minus 5 എന്ന് പറയുന്ന 5 ആണ്. 3 raised to 10 minus 5 ആണ്. ഞാൻ രണ്ട് ടൈമിലും സെപ്പറേറ്റ് ആയിട്ട് പവർ കൊടുത്തു അല്ലെ? x/3 raised to 5 ആണ്. ഞാൻ രണ്ടിനും സെപ്പറേറ്റ് 5 കൊടുത്തു. 9 into y raised to 5 എന്ന് പറഞ്ഞാൽ 9 raised to 5 into y raised to 5 എന്ന് വരും. അതായത് 10c5
നമ്പേഴ്സ് ഒക്കെ ഒരുമിച്ചാക്കാം. 9⁵ by 3⁵, ബാക്കി x⁵5 y⁵5. ഇത്ര എഴുതിയിട്ടാലും മതി. ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്ത് സിംപ്ലിഫൈ ചെയ്തിട്ടാൽ നല്ലതാണ് കേട്ടോ. നമുക്ക് ആ ഒരു ടീച്ചറിന് ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ്. ഇത് ജസ്റ്റ് നമ്മളൊന്ന് കാൽക്കുലേറ്റർ കൊടുക്കുക. 10C5 കാൽക്കുലേറ്റർ കിട്ടും. 9⁵5 3⁵5 നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കിട്ടും. അതായത് 9/3 ആണ്. വെറും 3⁵5 ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. സോ 10C5 ഇത് കാൽക്കുലേറ്ററിൽ കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും കേട്ടോ. സോ ചെയ്ത് നോക്കുക. നമുക്ക് നേരെ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് 2020 മാർച്ചിൽ ചോദിച്ച അടുത്ത ക്വസ്റ്റ്യൻ, എക്സ്പാൻഡ് x + 1/x ഹോൾ റൈസ് ടു 6. x + 1/x ഹോൾ റൈസ് ടു 6 നമുക്ക് എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്യണം. സോ അതിനു മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ എന്താണ് a + b ഹോൾ റൈസ് ടു n എന്നുള്ളത് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. a + b ഹോൾ റൈസ് ടു n is equal to nc0 a⁻n b⁻0 plus nc1 a⁻n-1 b⁻1 plus nc2 a⁻n-2 b⁻2 plus etc plus ncn b⁻n. ഇതാണ് a + b ഹോൾ റൈസ് ടു n സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. nc0 nc1 nc2 അങ്ങനെ പോയി ncn വരെ. ഇപ്പൊ ഇവിടെ n എന്ന് പറയുന്നത് 6 ആണ്. അപ്പൊ 6c1 6c2 6c3 6c0 തുടങ്ങി 6c6 വരെ 7 ടേംസ് വരും. നമുക്ക് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ റൈസ് ടു 6 ആയതുകൊണ്ട് റൈസ് ടു n ആണെങ്കിൽ n+1 ടേംസ് ആണ് ആ എക്സ്പാൻഷനിൽ കാണുന്നത്. സോ റൈസ് ടു 6 ആയതുകൊണ്ട് ഇതിനകത്ത് 7 ടേംസ് വരും. സോ a + b ഹോൾ റൈസ് ടു n is equal to nc0 a⁻n b⁻0. അതായത് ഫസ്റ്റ് ടേമിന്റെ പവർ നമ്മൾ മാക്സിമം ആക്കി, സെക്കൻഡ് ടേമിന്റെ പവർ 0 ആക്കി. റൈസ് ടു 0 1 ആണ്. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, കാരണം റൈസ് ടു 0 1 ആണ്. നമുക്ക് മനസ്സിലാൻ വേണ്ടി ഒന്ന് എഴുതിയെന്ന് മാത്രം. ഇനി ചെയ്യുന്നത് വളരെ സിമ്പിൾ ആണ്. ഫസ്റ്റ് ടേമിന്റെ പവർ കുറച്ച് 0 ആക്കുക, സെക്കൻഡ് ടേമിന്റെ പവർ ഓരോന്ന് വീതം കൂട്ടി മാക്സിമത്തിൽ എത്തിക്കുക. അത്രയും മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ടേമിന്റെ പവർ റൈസ് ടു n n-1 ആക്കി, n-2 ആക്കി, n-3 ആക്കി, അത് കുറച്ച് 0 ആക്കി. സെക്കൻഡ് ടേമിന്റെ പവർ കൂട്ടി പോയി. റൈസ് ടു 0 എന്നുള്ളത് റൈസ് ടു 1 ആക്കി, റൈസ് ടു 2 ആക്കി, റൈസ് ടു 3 ആക്കി, പോയി മാക്സിമം റൈസ് ടു n വരെ ആക്കി. അതായത് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ കൃത്യമായിട്ട് മനസ്സിലാവും. സോ ദിസ് ഈസ് ഈക്വൽ ടു, ഇവിടെ നമുക്ക് ഒന്ന് സ്റ്റാൻഡേർഡായിട്ട് കമ്പയർ ചെയ്താൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് x ആണ്, സെക്കൻഡ് ടേം 1/x ആണ്, n എന്ന് പറയുന്നത് 6 ആണ്. ജസ്റ്റ് ഒന്ന് സൈഡിലോട്ട് ഞാനൊന്ന് എഴുതിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പോ നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ദിസ് ഈസ് ഈക്വൽ ടു nc0 എന്ന് പറയുമ്പോൾ എന്ത് വരും? 6c0 a⁻n, അതായത് 6n എന്ന് പറയുന്നത് എന്താണ്? 6 b⁻0, b എന്ന് പറയുന്നത് 1/x⁻0. എനി നമ്പർ റൈസ് ടു 0 is 1, അത് എഴുതേണ്ട ആവശ്യമില്ല. പ്ലസ് nc1 എന്ന് പറയുമ്പോൾ 6c1 a⁻n-1, അതായത് ഇനിയിപ്പോ നിങ്ങൾ ചെയ്യേണ്ട ഇത്രേ ഉള്ളൂ. ഇതിന്റെ പവർ ഒന്ന് കുറയ്ക്കുക. x⁻6 എന്നുള്ളത് x⁻5 ആക്കുക. ഇവിടെ b⁻0 എന്നുള്ളത് b⁻1 ആക്കുക. അതായത് സെക്കൻഡ് ടൈം അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു, 1/x ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ 1/x തന്നെ. പ്ലസ് 6c2. ഇനിയിപ്പോ ഒന്നും ചെയ്യേണ്ട, ഫസ്റ്റ് ടൈമിന്റെ പവർ നമ്മളൊന്ന് കുറയ്ക്കുന്നു. അതായത് ഇതിന്റെ പവർ റൈസ് ടു 5 എന്നുള്ളത് റൈസ് ടു 4 ആക്കും. ഇവിടെ ഇപ്പൊ ഹോൾ റൈസ് ടു 1 കിടക്കുന്നത്, അത് റൈസ് ടു 2 ആക്കും. അത്രേ ഉള്ളൂ. അത് കൂട്ടി പോകുന്നു, ഇത് കുറഞ്ഞു പോകും. ഇത് കുറഞ്ഞ് 0 ആകുമ്പോഴത്തേക്കും നമ്മൾ നിർത്തുന്നു. അപ്പൊ കറസ്പോണ്ടിങ്ങിൽ ഇവിടെ 6c6 വന്നിരിക്കണം. സോ x⁻5 എന്നുള്ളത് x⁻4 ആയി. 1/x എന്നുള്ളത് എന്തായി? 1/x ഹോൾ റൈസ് ടു, ഇതിന്റെ പവർ ഒന്ന് കൂട്ടി റൈസ് ടു, ഇപ്പൊ നിലവിൽ റൈസ് ടു 1 നിൽക്കുന്നത്, അത് റൈസ് ടു 2 ആക്കി. റൈസ് ടു 2 ആക്കി. 1/x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1/x-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയല്ലേ? അല്ലെ? 1-ന്റെ സ്ക്വയർ 1 തന്നെ. ബൈ എക്സ് സിംപ്ലിഫിക്കേഷൻ എളുപ്പത്തിന് വേണ്ടി ഇങ്ങനെ എഴുതി പോകുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം നിങ്ങൾക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാന്നേ ഉള്ളൂ. 1/x-ന്റെ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാലും 1/x-ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. കാരണം 1-ന്റെ സ്ക്വയർ 1, x-ന്റെ സ്ക്വയർ x². പ്ലസ് ഇനിയിപ്പോ പെട്ടെന്ന് 6c3, ഇതിന്റെ പവർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒന്ന് കുറയ്ക്കുന്നു, 4 എന്താക്കുന്നു? 3 ആക്കുന്നു. 1/x ഇതിന്റെ പവർ ഒന്ന് കൂട്ടുന്നു, 3 ആക്കുന്നു. ഇതിന്റെ പവർ കുറയ്ക്കുന്നു, ഇതിന്റെ പവർ കൂട്ടുന്നു. അത്രയും മാത്രമേ ചെയ്യുന്നുള്ളൂ 6c6 വരുന്നവരെ. പ്ലസ് 6c3 എന്നുള്ളത് 6c4 ആക്കുന്നു. x⁻3 2 ആക്കുന്നു. റൈസ് ടു 3 എന്താക്കുന്നു? 4 ആക്കുന്നു. പ്ലസ് 6c5 x⁻2 1 ആക്കുന്നു. 1/x⁻4 എന്താക്കുന്നു? 5. പ്ലസ് 6c6 x⁻1 0 ആക്കുന്നു. എനി നമ്പർ റൈസ് ടു 0 is 1, അതുകൊണ്ട് ഇത് എഴുതേണ്ട ആവശ്യമില്ല. ലാസ്റ്റ് b⁻n മാത്രമല്ലേ വരുന്നുള്ളൂ. ഫസ്റ്റ് ടൈം റൈസ് ടു 0 ആയി പോകുന്നത് കൊണ്ടാണ്. ബാക്കി 1/x⁻, മാക്സിമം പവർ എന്താണ്? 6. ഇതാണ് ഇതിന്റെ എക്സ്പാൻഷൻ. ഇനി ഇത് ജസ്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടാൽ വളരെ നല്ലതാണ് കേട്ടോ. സിംപ്ലിഫൈ ചെയ്തിടണം എക്സാമിന്. 6c0 കാൽക്കുലേറ്ററിൽ അടിച്ചാൽ കിട്ടും ഡയറക്റ്റ്.
ആൻസർ എക്സ് റൈസ് ടു 6 മാത്രമാകും. കാരണം 6 1 ആണ്. 6c1 എന്ന് പറയുന്നത് 6 ആണ്. എക്സ് റൈസ് ടു 5 ബൈ എക്സ് റൈസ് ടു 1 അല്ലെ, എക്സ് റൈസ് ടു 5 ബൈ എക്സ് റൈസ് ടു 1 എന്ന് പറയുന്നത് തന്നെയാണ് എക്സ് റൈസ് ടു 5 മൈനസ് 1, എ റൈസ് ടു എം ബൈ എ റൈസ് ടു എൻ, എ റൈസ് ടു എം മൈനസ് എൻ, 5 മൈനസ് 1 എക്സ് റൈസ് ടു 4 ആണ്. പ്ലസ് 6c2 കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക. 6c2 നിങ്ങൾക്ക് 15 കിട്ടും. എക്സ് റൈസ് ടു 4 ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്, എക്സ് റൈസ് ടു 2 പ്ലസ് 6c3 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 20 കിട്ടും. എക്സ് ക്യൂബ് കട്ടായി പോയി. 6c4 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 15 കിട്ടും. എക്സ് സ്ക്വയർ ബൈ എക്സ് റൈസ് ടു 4 ആണ്. കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ താഴെയാണ് എന്ത് വരുന്നത്, എക്സ് സ്ക്വയർ വരുന്നത് അല്ലെ. സോ ബൈ എന്ത് വരും, എക്സ് സ്ക്വയർ പ്ലസ് 6c5 കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുക, നിങ്ങൾക്ക് ആൻസർ 6 കിട്ടും. ഇവിടെ കട്ട് ചെയ്യുമ്പോൾ താഴെയാണ് അല്ലേ വരുന്നത്, എക്സ് റൈസ് ടു 1 ഉം എക്സ് റൈസ് ടു 6 കട്ട് ചെയ്യുമ്പോൾ താഴെയാണ് എക്സ് റൈസ് ടു 4 വരുന്നത്. ബൈ എക്സ് റൈസ് ടു 4 പ്ലസ് 6c6 NCN 1 തന്നെയാണ്, ബാക്കി എന്ത് വരും 1 ബൈ എക്സ് റൈസ് ടു 6. ഇതാണ് അതിന്റെ സിംപ്ലിഫൈഡ് ഫോർമാറ്റ്. 6 into 1 by x raised to 4 എന്ന് പറഞ്ഞാലും 6 by x raised to 4 എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് 6 by x raised to 4 എന്ന് കാണിക്കുന്നത്. സോ ഇതാണ് അതിന്റെ ഒരു സിംപ്ലിഫൈഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്നും ചെയ്തില്ല, ഈ NC 6C0, 6C1, 6C2, 6C3, 6C4, 6C5, 6C6 ഇതിനെല്ലാം കാൽക്കുലേറ്ററിൽ നിന്ന് അടിച്ച് വാല്യൂസ് എഴുതി എന്ന് മാത്രം. അല്ലെങ്കിൽ നമ്മുടെ പാസ്കൽസ് ട്രയാങ്കിൾ വെച്ച് നിങ്ങൾക്ക് ഓർത്തിരിക്കാം. കോയിഫിഷ്യൻസ് വരുന്നത് 1, 6, 15, 20, 15, 6, 1 അങ്ങനെയാണ് കോയിഫിഷ്യൻസ് പോകുന്നത്. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു പോകാവുന്നതേ ഉള്ളൂ. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്സ്പാൻഷൻ നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. പിന്നെ ലോജിക് ആയിട്ട് ചെയ്തു പോയാൽ മതി. ഫസ്റ്റ് ടൈമിന്റെ പവർ കുറച്ചു പോകുന്നു, സെക്കൻഡ് ടൈമിന്റെ പവർ കൂട്ടി പോകുന്നു, ടിൽ NCN വരുന്നത് വരെ. ഇവിടെ 6 ആണ്, 6C6. റൈസ് ടു 7 ആണെങ്കിൽ 7C7 വരുന്ന ടൈം വരെ എഴുതണം. റൈസ് ടു 10 ആണെങ്കിൽ 10C10 വരുന്ന ടൈം വരെ. 10 ഒന്നും ഒരിക്കലും ചോദിക്കത്തില്ല, മാക്സിമം പോയാൽ റൈസ് ടു 6 വരെ. റൈസ് ടു 5 ചോദിക്കാം, റൈസ് ടു 4 വരെ 4 ചോദിക്കാം, റൈസ് ടു 6 വരെ ചോദിക്കാം. മാക്സിമം പോയാൽ 7, അതിനപ്പുറം ചോദിക്കാറില്ല. ഓക്കെ ആണല്ലോ. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. സോ നെക്സ്റ്റ് 2019 ഇംപ്രൂവ്മെന്റിന് ചോദിച്ച ചോദ്യം, 1 plus x whole raised to n is equal to nc0 plus nc1 x plus nc2 x square plus etc plus ncn x raised to n. Find the value of nc0 plus nc1 plus nc2 plus etc plus ncn. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേ, ഈ ഒരു സംഭവം ഇവിടെ കിടപ്പുണ്ട്. nc0 plus nc1 ശല്യക്കാരനായിട്ടൊരു x കിടപ്പുണ്ട്, അത് നിൽക്കട്ടെ, പ്ലസ് nc2 പ്ലസ് NCN എക്സെട്രാ പ്ലസ് NCN. ഈ എക്സിന്റെ ടേം ഒന്നും ഇല്ലായിരുന്നെങ്കിൽ, ഈ എക്സിന്റെ ടേം എല്ലാം ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിൽ വായിച്ചു നോക്കിയേ. NC0 പ്ലസ് NC1 പ്ലസ് എക്സ് വായിക്കേണ്ട, NC2 പ്ലസ് എക്സെട്രാ പ്ലസ് NCN അതല്ലേ കിടക്കുന്നത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ എക്സിന്റെ ടേം എല്ലാം പോകണം. എക്സിന് 1 കൊടുത്താൽ പോരെ, എക്സിന് ഒന്ന് 1 കൊടുത്താൽ ഇത് ഇൻറ്റു 1 ഇത് തന്നെ കിട്ടും, 1 സ്ക്വയർ ഇത് തന്നെ കിട്ടും, 1 റൈസ് ടു എനിത്തിങ് ഇസ് 1. സോ അപ്പൊ നമുക്ക് ഇത് തന്നെ കിട്ടും അല്ലെ, NCN തന്നെ കിട്ടും. സോ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, സബ്സ്റ്റിറ്റ്യൂട്ട് എക്സ് 1 മാർക്ക് ക്വസ്റ്റൻ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, എക്സ് ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈ ഒരു തോട്ടാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവർ ചോദിച്ചിരിക്കുന്നത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അതിനുവേണ്ടി നമ്മളൊന്ന് ആലോചിക്കണം, ഒന്ന് അനലൈസ് ചെയ്യണം, അത്രേ ഉള്ളൂ. എക്സിന് 1 കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉത്തരമായി. 1 പ്ലസ് എക്സിന് 1 കൊടുക്കുന്നു, 1 ഹോൾ റൈസ് ടു n is equal to nc0 പ്ലസ് nc1 ഇൻറ്റു 1 എന്ന് പറയുന്നത് ഇൻറ്റു എക്സ് അല്ലേ, എക്സിന് 1 കൊടുത്താൽ ഇത് തന്നെ കിട്ടും, nc2 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് തന്നെ എക്സെട്രാ പ്ലസ് NCN. സോ ഇത് നമുക്ക് ചോദിച്ച ചോദ്യമായി അല്ലെ, NC0, NC1, NC2 എക്സെട്രാ പ്ലസ് NCN നമുക്ക് ചോദിച്ച ചോദ്യമായി. 1 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 റൈസ് ടു n. സോ ദ ആൻസർ ഈസ് 2 റൈസ് ടു n ഇസ് അവർ റിക്വയർഡ് ആൻസർ. നമ്മുടെ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണ്, 2 റൈസ് ടു n ആണ് നമ്മുടെ ഉത്തരം. സോ ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. 1 മാർക്ക് ക്വസ്റ്റൻ ആയിരുന്നു. നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റൻ, നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം. ഫൈൻഡ് ദ നമ്പർ ഓഫ് ടേംസ് ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x square minus 2x plus 1 whole raised to 20. x square minus 2x plus 1 whole raised to 20 എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേംസ് കിട്ടും? നമ്മൾ പഠിച്ചിട്ടുള്ളത് പലരും തെറ്റിക്കാൻ ചാൻസ് ഉണ്ട്. നേരെ കയറി 21 ടേംസ് റേസ് ടു n ആണെങ്കിൽ n+1 ആണെന്നുള്ള ഓർമ്മയിൽ 20 + 1 21 എന്ന് ഡയറക്റ്റ് എഴുതി വെക്കും. ഒരിക്കലും അത് ചെയ്യരുത്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ളത് എങ്ങനെയാണ്, a+b ഹോൾ റൈസ് ടു n ആണെങ്കിൽ അത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എത്ര ടേംസ് കിട്ടുന്നതാണ്, n+1 ടേംസ് കിട്ടുന്നതാണ് പഠിച്ചിട്ടുള്ളത്. ഇത് a+b+c ഹോൾ റൈസ് ടു n ഫോർമാറ്റ് ആണ്. അവിടെ കയറി n+1 എന്ന് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, എഴുതാൻ പാടില്ല. പക്ഷെ അവനെ നമുക്ക് a+b യിലേക്ക് മാറ്റാൻ പറ്റും. ഒന്ന് ശ്രദ്ധിച്ചാൽ എളുപ്പമാണ്.
സോ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരാളാണ് കിടക്കുന്നത്. എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ് അല്ലെ, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ ആണ്. റേസ് ടു എന്ത് കിടപ്പുണ്ട് 20. എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഞാൻ എന്ത് കൊടുത്തു, എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് കൊടുത്തു. റേസ് ടു എന്ത് കിടപ്പുണ്ട് 20. സോ എക്സ് മൈനസ് 1 ഹോൾ സ്ക്വയർ എന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കിയോ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. എക്സ് സ്ക്വയർ മൈനസ് 2 into x into 1 പ്ലസ് 1 സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 തന്നെ തിരിച്ചു കിട്ടുന്നുണ്ടല്ലോ. ഇതിപ്പോ ഏത് ഫോർമാറ്റ് ആയി, എ റേസ് ടു എം റേസ് ടു എൻ. ഇൻഡിസസ് വെച്ച് എന്താണ് ആൻസർ, എ റേസ് ടു എം എൻ ആണ് ആൻസർ. സോ എക്സ് മൈനസ് 1 റേസ് ടു 2 into 20 എന്താണ് 40. ഇതിപ്പോ ഏത് ഫോർമാറ്റ് ആയി, എ പ്ലസ് ബി ഹോൾ റേസ് ടു എൻ ഫോർമാറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് ടേംസ് എന്താണ് n പ്ലസ് 1. സോ ഈ ചോദ്യത്തിനെ നമ്മൾ ഈ ചോദ്യത്തിന്റെ രീതിയിലേക്ക് മാറ്റിയിട്ട് വേണം ചെയ്യാൻ. ഒരു മാർക്ക് ആണെങ്കിൽ ഈ കൺവേർഷൻ ആണ് അവിടെ മാർക്ക് കിട്ടുന്നത്. ഇനിയിപ്പോ നമ്പർ ഓഫ് ടേംസ് എന്താണ്, നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് ടേംസ് ഇസ് ഈക്വൽ ടു 40 പ്ലസ് 1 എന്താണ് 41. 41 ടേംസ് ആണ് ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ, ഓക്കെ അല്ലേ. സോ അപ്പൊ നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് a plus b whole raised to 4 minus a minus b whole raised to 4 and hence evaluate root 3 plus root 2 whole raised to 4 minus root 3 minus root 2 whole raised to 4. അപ്പൊ നമുക്ക് ആദ്യമേ അവർ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റിലത്തെ ആളെ ഇവാലുവേറ്റ് ചെയ്യാം. ആൻഡ് ഹെൻസ് എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് ആദ്യം ഇവാലുവേറ്റ് ചെയ്ത് കിട്ടിയ ഉത്തരത്തിന്റെ സഹായത്തോട് കൂടി ഇത് ഇവാലുവേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ അപ്പൊ ആദ്യമേ നമുക്ക് ഒരെണ്ണം കണ്ടുപിടിക്കാം. a plus b whole raised to 4 കണ്ടുപിടിച്ചാൽ ഇത് നമുക്ക് ഈസി ആയിട്ട് എഴുതാം. ഓൾട്ടർനേറ്റ് ആയിട്ട് പ്ലസും മൈനസും കൊടുത്താൽ മതി. സോ a plus b whole raised to 4 എന്ത് വരും, 4c0 a raised to 4 b raised to 0 plus 4c1. ഇതറിയാലോ എഴുതാൻ, മുമ്പേ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആദ്യമേ nc0 a raised to n b raised to 0 plus nc1 അതായത് 4c1 a raised to, ഇനിയിപ്പോ ഇത് നോക്കി എഴുതിയാൽ മതി. ഇതിന്റെ പവർ ഒന്ന് കുറയ്ക്കുന്നു, ഇതിന്റെ പവർ ഒന്ന് കൂട്ടുന്നു, 4c2 ഇതിന്റെ പവർ ഒന്ന് കുറയ്ക്കുന്നു, ഇതിന്റെ പവർ ഒന്ന് കൂട്ടുന്നു, 4c3 ഇതിന്റെ പവർ ഒന്ന് കുറയ്ക്കുന്നു, ഇതിന്റെ പവർ ഒന്ന് കൂട്ടുന്നു, റേസ് ടു 2 എന്നുള്ളത് 1 ആവും, 2 ഇവിടെ 2 plus 1 3 ആവും. നെക്സ്റ്റ് 4c4 a raised to 1 എന്നുള്ളത് 0 ആവും, b raised to 3 എന്നുള്ളത് എന്താവും 4. ഇതാണ് അതിന്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. 4c0 എന്ന് പറയുന്നത് 1 ആണ്, a raised to 4 b raised to 0 1 ആണ്. 4c1 4 തന്നെയാണ്, a cube b raised to 1 ആണ്, b raised to 1 b തന്നെയാണ്, പ്ലസ് 4c2 കാൽക്കുലേറ്റർ അടിച്ചു നോക്കുക, അല്ലെങ്കിൽ n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ വെച്ച് ചെയ്യുമ്പോൾ 6 കിട്ടും. a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4c3 ചെയ്യുമ്പോൾ 4 തന്നെ കിട്ടും, a raised to 1 a ആണ്, b ക്യൂബ് പ്ലസ് 4c4 ചെയ്യുമ്പോൾ 1 കിട്ടും, a raised to 0 1 ആണ്, ബാക്കി b raised to 4. ഇത് കാണാതെ ഓർത്തിരിക്കേണ്ടത് കൂടെയാണ് കേട്ടോ. raised to 4 ഇപ്പൊ a പ്ലസ് ബി ഹോൾ ക്യൂബ് a ക്യൂബ് പ്ലസ് 3a സ്ക്വയർ b പ്ലസ് 3ab സ്ക്വയർ പ്ലസ് b ക്യൂബ് എന്ന് നമ്മൾ കാണാതെ ഓർത്തിരിക്കേണ്ടത് പോലെ തന്നെ ഇതും കാണാതെ ഓർത്തിരിക്കേണ്ടതാണ്. a raised to 4 പ്ലസ് 4a ക്യൂബ് b പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ പ്ലസ് 4ab ക്യൂബ് പ്ലസ് b raised to 4 എന്ന് വേണമെങ്കിൽ കാണാതെ ഓർത്തിരിക്കാവുന്നതേ ഉള്ളൂ. സോ എനിവേ നമ്മൾ ഇത് ഇങ്ങനെ തന്നെ ചെയ്ത് കണ്ടുപിടിക്കുക. നെക്സ്റ്റ് ഇതിന്റെ ഇനിയിപ്പോ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം, a മൈനസ് ബി ഹോൾ റേസ് ടു 4 കണ്ടുപിടിക്കണം. ഇതിപ്പോ നമ്മൾ ചെയ്തേക്കുന്നത് എന്താണ്, a പ്ലസ് ബി ഹോൾ റേസ് ടു 4 ആണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ a മൈനസ് ബി ഹോൾ റേസ് ടു 4 നമ്മൾ എന്ത് ചെയ്യണം, കണ്ടുപിടിക്കണം. ഒന്നുമില്ല, ആദ്യത്തെ ടൈം അതേപോലെ തന്നെ നോക്കി എഴുതുക, സെക്കൻഡ് ടൈം പ്ലസ് മാറ്റി മൈനസ് ആക്കുക, ഓൾട്ടർനേറ്റ് ആയിട്ട് ഒന്ന് ഇടവിട്ട് മൈനസ് കൊടുത്താൽ മതി. സോ 4a ക്യൂബ് b പ്ലസ് 6a സ്ക്വയർ b സ്ക്വയർ മൈനസ് 4ab ക്യൂബ് പ്ലസ് b റേസ് ടു 4. ക്ലിയർ ആണല്ലോ. ഓൾട്ടർനേറ്റ് ആയിട്ട് എന്ത് ചെയ്തു, പ്ലസ് മൈനസ് കൊടുത്തു. ആദ്യത്തെ ടൈം പ്ലസ്, രണ്ടാമത്തത് മൈനസ്, പിന്നെയും പ്ലസ്, പിന്നത്തെ മൈനസ്, ലാസ്റ്റത്തെ പ്ലസ്. ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മതി. മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, a പ്ലസ് ബി ഹോൾ റേസ് ടു 4 മൈനസ് a മൈനസ് ബി ഹോൾ റേസ് ടു 4 എന്ന് വരും. ജസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ എന്ത് വരും, a റേസ് ടു 4 a റേസ് ടു 4 പോയാൽ 0. 4a ക്യൂബ് b മൈനസ് 4a ക്യൂബ് b മൈനസ് മൈനസ് അല്ലെ, ഇവിടുത്തെ 4a ക്യൂബ് b മൈനസ് ഈ മൈനസ് വരുമ്പോൾ എന്താവും, പ്ലസ് ആവും. അതായത് 4a ക്യൂബ് b പ്ലസ് 4a ക്യൂബ് b എന്ത് വരും, 8a ക്യൂബ് b. നെക്സ്റ്റ് 6a സ്ക്വയർ b മൈനസ് 6a സ്ക്വയർ b സ്ക്വയർ 0. നെക്സ്റ്റ് 4ab ക്യൂബ് മൈനസ് മൈനസ് പ്ലസ് ആവും, 4 പ്ലസ് 4 8ab ക്യൂബ് എന്ന് വരും. കറക്റ്റ് ആണല്ലോ. നെക്സ്റ്റ് b റേസ് ടു 4 മൈനസ് b റേസ് ടു 4 എന്താണ്, 0. ഒന്നുകൂടെ പറയാം, a റേസ് ടു 4 മൈനസ് a റേസ് ടു 4 0. 4a ക്യൂബ് b മൈനസ് മൈനസ് ചേർന്ന് പ്ലസ് ആവും, 4a ക്യൂബ് b 4 പ്ലസ് 4 8a ക്യൂബ് b എന്ന് വരും.
നെക്സ്റ്റ് 6a² b² 6a² b² 0. 4ab³ മൈനസ് മൈനസ് പ്ലസ് ആവും. 4ab³ പ്ലസ് 4ab³ 8ab³ b⁴ മൈനസ് b⁴ എന്തായി പോയി? 0 ആയി പോയി. സോ നമ്മളിത് എക്സ്പാൻഡഡ് ഫോം ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇത് വെച്ചോണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? √3 പ്ലസ് √2 4 മൈനസ് √3 മൈനസ് √2 4 കണ്ടുപിടിക്കണം. സോ നമുക്ക് നോക്കാം. √3 പ്ലസ് √2 4 മൈനസ് √3 മൈനസ് √2 4. അതായത് a മാറി √2 ആയി, a മാറി √3 ആയി, b മാറി √2 ആയി, a മാറി √3 ആയി, b മാറി √2 ആയി. റൈറ്റ് സൈഡിലും കറസ്പോണ്ടിങ് ആയിട്ട് മാറ്റുക, ആൻസർ കണ്ടുപിടിക്കുക. വേണമെങ്കിൽ ഇവിടെ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യാം. രണ്ട് ടേംസിൽ നിന്നും 8 പുറത്തെടുക്കാം, a പുറത്തെടുക്കാം, b പുറത്തെടുക്കാം. 8ab പുറത്തെടുക്കാം. ഇവിടുന്ന് 8ഉം bയും ഒരു aയും പോയാൽ ബാക്കി a² പ്ലസ് ഇവിടുന്ന് 8ഉം aയും ഒരു bയും പോയാൽ ബാക്കി b². സോ ഇനി അതിലേക്ക് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 8 ഇൻറ്റു a എന്ന് പറയുമ്പോൾ √3 ഇൻറ്റു b എന്ന് പറയുമ്പോൾ √2 ഇൻറ്റു a² എന്ന് പറയുമ്പോൾ √3² 3 പ്ലസ് b² എന്ന് പറയുമ്പോൾ √2² 2. സോ ദിസ് ഈസ് ഈക്വൽ ടു 8 ഇൻറ്റു √3 ഇൻറ്റു √2 √a ഇൻറ്റു √b റൂട്ട് ഓഫ് ab. സോ റൂട്ട് ഓഫ് 2 ഇൻറ്റു 3 √6. 3 പ്ലസ് 2 എന്താണ്? 5. So 8 into 5 40 √6. So the answer is 40 √6 ആണ് നമ്മുടെ ഫൈനൽ ആയിട്ടുള്ള ആൻസർ. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സിമ്പിൾ ആയിട്ട് ഇച്ചിരി ചെയ്യാനുണ്ട്, ഒന്ന് ശ്രദ്ധിക്കാനുണ്ട്. എക്സ്പാൻഷൻ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ല, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. ക്ലിയർ ആയിട്ട് ചെയ്ത് പഠിക്കുക. സോ അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. സോ അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² പ്ലസ് 1/x ഹോൾ റൈസ് ടു 5. x² പ്ലസ് 1/x ഹോൾ റൈസ് ടു 5 ജനറൽ ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് ദ ഇക്വേഷൻ ഫോർ ജനറൽ ടേം ഇൻ ദ കേസ് ഓഫ് a പ്ലസ് b ഹോൾ റൈസ് ടു n? a പ്ലസ് b ഹോൾ റൈസ് ടു n ന്റെ ജനറൽ ടേം എന്താണ്? NCR a റൈസ് ടു n മൈനസ് r b റൈസ് ടു r. tr പ്ലസ് 1 is equal to NCR a റൈസ് ടു n മൈനസ് r b റൈസ് ടു എന്താണ്? r. tr plus 1 is equal to NCR a raised to n minus r b raised to r. ഇതാണ് ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b ഹോൾ റൈസ് ടു n എന്ന് പറയുന്നത്. സോ ഓരോ നോക്കി എഴുതുക. റൈസ് ടു n എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ 5 ആണ്. a എന്ന് പറയുന്നത് x² ആണ്. b എന്ന് പറയുന്നത് 1/x ആണ്. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഒന്ന് സിംപ്ലിഫൈ ചെയ്തിടുക. ആൻസറിന്റെ മാർക്ക് നമുക്ക് സിമ്പിൾ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. tr plus 1 is equal to NCR എന്ന് പറയുമ്പോൾ 5CR, a raised to എന്ന് പറയുമ്പോൾ x² raised to n minus r എന്ന് പറയുമ്പോൾ 5 minus r, b raised to r എന്ന് പറയുമ്പോൾ 1/x raised to എന്താണ്? r. So this is equal to 5CR a raised to m raised to n ഫോർമാറ്റ് അല്ലേ? എല്ലാം ഇൻഡിസസിന്റെ പരിപാടിയാണ്. a raised to m raised to n. ആൻസർ എന്താണ്? a raised to m n. So x raised to 2 into 5 minus r എന്ന് വരും അല്ലേ? 2 into 5 minus r എന്ന് വരും. മൈനസിന് ശേഷം ഇവിടെ 2 ഇൻറ്റു ബ്രാക്കറ്റ് ഓപ്പണിംഗ് ആണ് അല്ലെ? 2 ഇൻറ്റു രണ്ട് ടേംസ് വരുമ്പോൾ എന്തിടണം? ബ്രാക്കറ്റ് ഇടണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 10 മൈനസ് 2r എന്ന് വരും. സോ x റൈസ് ടു 2 ഇൻറ്റു 5 10 മൈനസ് 2 ഇൻറ്റു r 2r ബൈ 1 റൈസ് ടു എനിത്തിങ് ഇസ് 1 itself ബൈ x റൈസ് ടു എന്ത് വരും? r. 1 ബൈ x റൈസ് ടു r. അടുത്ത ലോ x റൈസ് ടു 1 ബൈ x റൈസ് ടു n ഇസ് ഈക്വൽ ടു x റൈസ് ടു മൈനസ് n. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? 1 by x raised to n can be written as x raised to minus n. So 1 by next step in 5CR x raised to 10 minus 2r. 1 by x raised to r എങ്ങനെ എഴുതാം? x raised to minus r എന്ന് എഴുതാം. ഇതിപ്പോ ഏത് ഫോർമാറ്റ് ആയി? a raised to m into a raised to n ഫോർമാറ്റ്. അടുത്ത ലോ a raised to m into a raised to n ഫോർമാറ്റ്. ആൻസർ എന്താണ്? a raised to m plus n. നിങ്ങൾ പഠിച്ച അടുത്ത ലോ. So this is equal to 5CR a raised to m into a raised to n format a raised to m plus n. x raised to 10 minus 2r minus r minus 3r വരും അല്ലേ? x raised to 10 minus 2r minus r 10 minus 2r minus r minus 3r minus 2x minus x minus 3x ആഡ് ചെയ്തിട്ട് സെയിം സൈൻ. സോ minus 2r minus r minus 3r സെയിം സൈൻ മൈനസ്. സോ ദിസ് ഈസ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² plus 1/x ഹോൾ റൈസ് ടു 5. ഓക്കെ ആണല്ലോ? നമുക്ക് നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കയറാം. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ടേം വിച്ച് ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് x ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് x² plus 1/x ഹോൾ റൈസ് ടു 18.
അതായത് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത, എക്സിന് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ടേം കണ്ടുപിടിക്കണം നമുക്ക്. സോ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? ജനറൽ ടേം കണ്ടുപിടിക്കണം. അപ്പൊ എപ്പോഴും ഓർക്കണം, മിഡിൽ ടേം കണ്ടുപിടിക്കണമെങ്കിലും നമ്മൾ ആദ്യമേ ജനറൽ ടേം കണ്ടുപിടിക്കണം, അല്ലെ? ജനറൽ ടേമിൽ നിന്നാണ് പിന്നെ ഏതാണ് മിഡിൽ ടേം എന്ന് മനസ്സിലാക്കി ആ പർട്ടിക്കുലർ ടേം നമ്മൾ കണ്ടുപിടിക്കുന്നത്. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ചോദിച്ചാൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? ജനറൽ ടേം കണ്ടുപിടിക്കണം. എപ്പോഴും മൈൻഡിൽ വേണം കേട്ടോ, എന്തൊക്കെ ചോദിക്കുമ്പോഴാണ് ജനറൽ ടേം കണ്ടുപിടിക്കേണ്ടത്. ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ചോദിച്ചാലും ജനറൽ ടേം കണ്ടുപിടിക്കണം. സോ നെക്സ്റ്റ് മിഡിൽ ടേം ചോദിച്ചാലും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ജനറൽ ടേം കണ്ടുപിടിക്കണം. അതിന്റെ ഹെൽപ്പോട് കൂടിയാണ് നമ്മൾ മിഡിൽ ടേംസ് എഴുതുന്നത്. മിഡിൽ ടേം ഓർ മിഡിൽ ടേംസ് ഡിപ്പെൻഡ്സ് അപ്പോൺ റൈസ് ടു n ഈസ് ഓഡ് ഓർ ഈവൻ. അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റിനിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. സോ അല്ലാതെ ഡയറക്റ്റ് ജനറൽ ടേം ചോദിച്ചാലും ജനറൽ ടേമിന്റെ ഇക്വേഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. സോ വാട്ട് ഈസ് ദ ജനറൽ ടേം ഇൻ ദ എക്സ്പാൻഷൻ ഓഫ് a plus b whole raised to n? tr plus 1 is equal to ncr a raised to n minus r b raised to r. നോക്കി നമ്മൾ എയും ബിയും എയും ബിയും എന്നും എഴുതുന്നു. എ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ, ബി എന്ന് പറയുന്നത് 1/x, n എന്ന് പറയുന്നത് 18. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. tr plus 1 is equal to ncr, n എന്ന് പറയുന്നത് 18cr, a raised to n minus r, a എന്ന് പറയുന്നത് എന്താണ്? എക്സ് സ്ക്വയർ raised to n minus r, n എന്ന് പറയുന്നത് എന്താണ്? 18 അല്ലേ? 18 മൈനസ് ആർ ഇൻറ്റു ബി റൈസ് ടു ആർ, ബി എന്ന് പറയുന്നത് എന്താണ്? 1/x റൈസ് ടു എന്താണ്? ആർ. സോ ദിസ് ഈസ് ഈക്വൽ ടു 18cr. നേരത്തെ അതേ ഫോർമാറ്റ് നമ്മൾ ഇൻഡിസസ് ലോ എന്ന് എഴുതേണ്ട ആവശ്യമില്ലല്ലോ. എ റൈസ് ടു എം റൈസ് ടു എൻ, എ റൈസ് ടു എം എൻ. സോ എക്സ് റൈസ് ടു 2 into 18 minus r, 2 into 18 36 minus 2 into r 2r. 1/x raised to r can be written as x raised to minus r. ഇപ്പൊ ആർക്കും സംശയം കാണത്തില്ല, 1 raised to r 1 തന്നെയാണ്, by x raised to r, x raised to 1/x raised to n can be written as x raised to minus n. So 1/x raised to r can be written as x raised to minus r. അതിൽ സംശയം ഒന്നും വരാൻ ചാൻസ് ഇല്ല, കാരണം തൊട്ട് മുമ്പേ നമ്മൾ ചെയ്ത് കഴിഞ്ഞതേ ഉള്ളൂ. So this is equal to 18cr. Again അടുത്ത ലോ a raised to m into a raised to n format, a raised to m plus n. So x raised to 36 minus 2r minus r minus എന്ത് വരും? 3r. So this is the general term. ഇതിനെ ഈ ഒരു ജനറൽ ടേമിനെ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്, അതായത് എക്സ് വരാനേ പാടില്ല, എക്സ് ഇല്ലാത്തൊരു ടേം ആയിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം? അങ്ങനെ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈ എക്സിന്റെ പവർ എന്താവണം? ഒന്ന് ആലോചിച്ച് പറഞ്ഞേ. എക്സിന്റെ പവർ എന്താവണം? 0 ആവണം. എനി നമ്പർ റൈസ് ടു 0 ഈസ് 1. അപ്പൊ എക്സിന്റെ പവർ 0 ആയി കഴിഞ്ഞാൽ എക്സിന്റെ ടേം 1 ആയിട്ട് അങ്ങ് മാറിക്കോളും. ബാക്കി ഏത് നമ്പർ വന്നാലും ആ എക്സ് അവിടെ കാണും. അത് 1 ആയിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എക്സിന്റെ പവറിൽ ആര് വന്നേ പറ്റുള്ളൂ? 0 വന്നേ പറ്റുള്ളൂ. അതായത് ഈ 36 മൈനസ് 3r പകരം എന്ത് വന്നേ പറ്റത്തുള്ളൂ? 36 മൈനസ് 3r പകരം 0 വന്നേ പറ്റത്തുള്ളൂ, അല്ലെ? അതായത് 36 is equal to 3r, അവിടെ r is equal to 36/3, r is equal to എന്താണ്? 12. സോ r പകരം 12 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഇതെന്താണ്? tr+1 ആണല്ലോ ഈ എഴുതി പോകുന്നത്, tr+1. സോ r പകരം 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആയിട്ട് മാറിക്കോളും. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. t 12 + 1 എന്ത് വരും? t 13. സംശയമൊന്നുമില്ലല്ലോ. 12 + 1 13. അതായത് ഒരു കാര്യം ഉറപ്പായി, എഴുതി പോകുന്ന വഴി നമ്മളിങ്ങനെ എക്സ്പാൻഡ് ചെയ്ത് പോകുമല്ലോ. റൈസ് ടു 18 ആണ്, 19 ടേംസ് വരും ആ ഒരു എക്സ്പാൻഷനകത്ത്. അതിനകത്തെ 13ാമത്തെ ടേമിനകത്ത് എന്ത് കാണത്തില്ല? എക്സ് കാണത്തില്ല. സോ എത്രാമത്തെ ടേം ആണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമായി എത്രാമത്തെ ടേം ആണ്? 13ാമത്തെ ടേം ആണ് ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ്. നെക്സ്റ്റ് ആ ടേം ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ജസ്റ്റ് ആറിന് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി? 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. 18c12 എക്സ് റൈസ് ടു 36 മൈനസ് ഇത് 0 ആണല്ലോ, 2 ഇൻറ്റു എന്ത് വരും? r എന്ന് പറയുന്ന 12, 3 ഇൻറ്റു 12 അല്ലെ? 3 ഇൻറ്റു 12. ഇത് 0 ആണെന്ന് നമുക്ക് അറിയാം, കാരണം ഇത് 0 ആക്കിയാണല്ലോ. 36 മൈനസ് 3r, 36 മൈനസ് 3r എന്താണ്? 0 ആണ്. അതിന് ഒന്നുകൂടെ എഴുതേണ്ട ആവശ്യം ശരിക്കും ഇല്ല. 36 മൈനസ് 3r എന്താണ്? 0. എക്സ് റൈസ് ടു 0. ഇനി നമ്പർ റൈസ് ടു 0. ഈ 36 മൈനസ് 3r 0 ആയപ്പോഴാണല്ലോ r 12 ആയത്. തിരിച്ച് ഇവിടെ r ന് 12 കൊടുത്താലും 3 ഇൻറ്റു 12 36 കിട്ടിയാൽ 36 മൈനസ് 36 0 ആവുകയും ചെയ്യും. സോ നേരിട്ട് അങ്ങ് 0 എന്ന് എഴുതിക്കോ. എക്സ് റൈസ് ടു 0 is 1. ബാക്കി എന്തുണ്ട്? 18c12. സോ ദ ടേം ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ഈസ് 18c12. എത്രാമത്തെ ടേം ആണെന്ന് ചോദിച്ചാൽ 13ാമത്തെ ടേം. ഇതിന്റെ ഉത്തരം വേണമെങ്കിൽ കാൽക്കുലേറ്ററിൽ അടിച്ചെടുത്ത് കണ്ടുപിടിക്കുക. ഇവിടെ വരെ എഴുതിയാലും മേ ബി ഫുൾ മാർക്ക് കിട്ടും. സോ എങ്കിലും നിങ്ങൾ കാൽക്കുലേറ്ററിൽ അടിച്ച് ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ആൻസറും കൂടെ ഒന്ന് എഴുതിക്കണം കേട്ടോ. സോ ഇത്രയുമൊക്കെയാണ് 2019ലും 2020ലും ഒക്കെ ആയിട്ട് ബൈനോമിയൽ തിയറത്തിൽ നിന്നും ഹയർ സെക്കൻഡറി പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ്, ഇംപ്രൂവ്മെന്റ് ആൻഡ് റെഗുലർ. സോ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ. സോ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഇറ്റ്സ് മീ ശരത് സൈനിങ് ഔട്ട്.